ഭാഗം 4 സ്നേഹിത തുടരുന്നു. ഇഷാനി കരയുന്നത് കണ്ട് പ്രിയ ചോദിച്ചു, എന്തു പറ്റി മോളെ, എന്താ നീ ഇങ്ങനെ കരയുന്നത്? ഇഷാനി വേഗം 2 കൈകൊണ്ടും അവളുടെ കണ്ണുകൾ തുളച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി, ഞാനൊന്ന് കിടക്കട്ടെ. അവൾ വേഗം മുറിയിലേക്ക് പോകാൻ തുടങ്ങി. നിനക്ക് വിശക്കുന്നില്ലേ? എന്തെങ്കിലും കഴിക്ക്, പ്രിയ പറഞ്ഞു. വേണ്ട ചേച്ചി, എനിക്ക് വിശക്കുന്നില്ല. അതും പറഞ്ഞ് ഇഷാനി അവളുടെ മുറിയിലേക്ക് പോയി. ഇവൾക്കിതെന്താ പറ്റിയത് ഈശ്വര, ഇവൾ എന്തിനാ ഈ കരയുന്നത്? ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, അവൾ ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പ്രിയ മനസ്സിലോർത്തു. ഇഷാനി മുറിയിൽ വന്നു. ഡ്രസ്സെല്ലാം മാറ്റി അവൾ ഫ്രഷായി കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. കണ്ണാടിയിലൂടെ തൻ്റെ കരഞ്ഞു കലങ്ങിയ മുഖത്തേക്ക് അവൾ നോക്കി. മെല്ലെ അവൾ കൈകളിലേക്ക് നോക്കി. ചുവന്നു കിടക്കുന്ന കൈകളിൽ കാർത്തിക്കിൻ്റെ 5 വിരലിൻ്റെ പാടുകളും ഉണ്ടായിരുന്നു. നേരം അവൾ കണ്ണാടിയുടെ മുന്നിൽ തന്നെ നിന്നു. തനിക്ക് എന്താണ് പറ്റിയത്? താൻ എന്തിനാണ് കരയുന്നത്? ഇതിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് താൻ ബോൾഡായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തത്. ഇന്നത്തെ സംഭവം തന്നെ ആകെ വേദനിപ്പിച്ചു. അതെന്താണ്? തൻ്റെ മനസ്സിനെ തനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. തനിക്ക് വേണ്ടപ്പെട്ട ആരോ തന്നെ ഉപദ്രവിച്ച പോലെയാണ് അവൾക്ക് തോന്നിയത്. അവളുടെ മുറിയിലെ ടേബിളിൽ ഒരു കൃഷ്ണവിഗ്രഹം ഇരിപ്പുണ്ട്. എന്നും അവൾ അതിൽ മാല ചാർത്തും. അവൾക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവൾ പരാതി പറയുന്നത് ഭഗവാനോടാണ്. അവൾ വേഗം കൃഷ്ണ ഭഗവാന്റെ അരികിലേക്ക് വന്നു. ഭഗവാന്റെ മുന്നിൽ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു. ഭഗവാനെ, നീ തന്നെ പറ, എൻ്റെ മനസ്സിന് ഒരു മനസ്സമാധാനവുമില്ല. ഇന്നത്തെ സംഭവം എന്നെ എന്താ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവൾ ഭഗവാനോട് പരാതി എന്നവണ്ണം ചോദിച്ചു. അവൻ്റെ മുന്നിൽ നിന്നപ്പോൾ അവൾക്ക് മനസ്സിന് നല്ല ആശ്വാസം തോന്നി. അവൾ കട്ടിലിൽ വന്ന് കിടന്നു. ഓഫീസിൽ തിരിച്ചെത്തിയ കാർത്തിക് അവനെ കണ്ട വഴിയെ സ്റ്റാഫെല്ലാം ഏറ്റു. ഗുഡ് മോർണിംഗ് പറഞ്ഞു. കാർത്തിക് അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. ഇന്നെന്ത് പറ്റി നമ്മുടെ സാറിന്? ഒരു സ്റ്റാഫ് ചോദിച്ചു. ഇന്ന് നമ്മുടെ കലിപ്പൻ സാർ ആരോടോ കലിപ്പ് കാണിച്ചു വന്ന വഴിയാ, കൂട്ടത്തിലിരുന്ന സ്റ്റാഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഫീസിലെത്തിയിട്ടും കാർത്തിക്കിൻ്റെ മനസ്സിൽ മുഴുവൻ അന്ന് നടന്ന സംഭവമായിരുന്നു. ഡാമിറ്റ്, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. താൻ എന്തിനാണ് ആ സ്റ്റുപ്പിഡ് ഗേളിനെ പറ്റി ഓർക്കുന്നത്? ഇനി അവളെപ്പറ്റി ചിന്തിക്കുക പോലും അരുത്. അതും പറഞ്ഞ് ടേബിളിൽ നിന്ന് ഫയലുകൾ എടുത്ത് തുറന്നു നോക്കി. അപ്പോഴും അവൻ്റെ മനസ്സിലേക്ക് അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം തെളിഞ്ഞു വന്നു. നാശം! അവൻ ആ ഫയൽ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു. എവിടെ നോക്കിയാലും അവളുടെ മുഖമാണ്. അവനാകെ അസ്വസ്ഥനായി. മെല്ലെ അവൻ ചെയറിലേക്ക് ചാഞ്ഞു കിടന്നു. മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി അവൻ കണ്ണുകളടച്ചു. ഫോണിൻ്റെ റിംഗ് ടൂൺ ശബ്ദം കേട്ടുകൊണ്ടാണ് കാർത്തിക് കണ്ണു തുറന്നത്. അത് ഓഫീസ് സ്റ്റാഫ് ജെയിംസ് ആയിരുന്നു. സാർ, ഇന്ന് 3 മണിക്ക് എയർ ഗ്രൂപ്പ് കമ്പനിയുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ചാണ്? കാർത്തിക് ചോദിച്ചു. ഹോട്ടൽ താജിൽ വെച്ചാണ് സാർ. ജെയിംസ്, ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല. പകരം സഞ്ജുവിനോട് പോകാൻ പറയണം. ഓക്കെ സാർ, ജെയിംസ് പറഞ്ഞു. താഴെ വെച്ചപ്പോഴാണ് വാച്ച് കെട്ടി കയ്യിൽ എന്തോ കൊള്ളുന്നത് പോലെ അവന് തോന്നി. വേഗം അവൻ കോട്ടിൻ്റെ ഉള്ളിലെ ഷർട്ട് മാറ്റി വാച്ചിലേക്ക് നോക്കി. ഇതെന്താ വാച്ചിൽ തൂങ്ങിക്കിടക്കുന്ന? അവൻ മെല്ലെ വാച്ചിൽ നിന്ന് അത് വലിച്ചെടുത്തു. അതൊരു ചെയിനായിരുന്നു, സ്വർണത്തിൻ്റെ. ഈ ചെയിൻ ആരുടേതാണ്? ഇതെങ്ങനെ എൻ്റെ വാച്ചിൽ കുടുങ്ങി? അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്. ഇത് അവളുടെ ചെയിനാണ്, അഹങ്കാരിയുടെ. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചപ്പോൾ എൻ്റെ വാച്ചിൽ കുടുങ്ങിയതായിരിക്കും. അവളെപ്പറ്റി ഓർത്തപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ദേഷ്യം ഇരച്ചു കയറി. ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് സഞ്ജു അങ്ങോട്ട് വന്നു. സഞ്ജുവിനെ കണ്ടതും കാർത്തിക് അവൻ്റെ കയ്യിൽ നിന്ന് ചെയിൻ പോക്കറ്റിലേക്കിട്ടു. സഞ്ജു, നീ ഇരിക്കുക, കാർത്തിക് പറഞ്ഞു. ഏട്ടൻ എന്താ, സുഖമില്ലേ? ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് സഞ്ജു ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാർത്തിക് പറഞ്ഞു. എന്നാൽ പിന്നെ എന്താ ഏട്ടൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എന്നോട് പറഞ്ഞത്? സാധാരണ ഏത് മീറ്റിങ്ങിനും ഏട്ടൻ എന്നോടൊപ്പം വരുന്നതല്ലേ. ഇന്നെന്താ പ്രശ്നം? ഒന്നുമില്ല സഞ്ജു. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇനി നീയും പഠിക്കണമല്ലോ എല്ലാം. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് നീ ഒറ്റയ്ക്ക് തന്നെ അറ്റൻഡ് ചെയ്യണം. എനിക്ക് വീട് വരെ ഒന്ന് പോകണം. മൊത്തത്തിലൊരു ടെൻഷൻ, കാർത്തിക് പറഞ്ഞു. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. കാർത്തിക് ഫോണും കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് പോയി. കാർത്തിക് പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു സഞ്ജു. എന്താ ഏട്ടന് പറ്റിയത്? എത്ര അസുഖം വന്നാലും റെസ്റ്റ് എടുക്കുന്ന ആളല്ല ഏട്ടൻ. ഇപ്പോൾ മീറ്റിംഗ് വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. അതും പറഞ്ഞ് സഞ്ജു അവൻ്റെ ക്യാബിനിലേക്ക് പോകുമ്പോഴാണ് സാർ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റാഫ് ദീപു അങ്ങോട്ട് വന്നത്. സഞ്ജു വേഗം അവിടെ നിന്നു. എന്താ ദീപു? ഞാൻ സാറിൻ്റെ ക്യാബിനിൽ വന്നിരുന്നു, സാറിനെ കണ്ടില്ല. അതുകൊണ്ട് സാറിനെ അന്വേഷിച്ച് വന്ന വഴിയാണ്. എന്താണ് കാര്യം? സഞ്ജു ചോദിച്ചു. അത് സാർ, ഇന്നല്ലേ എയർ ഗ്രൂപ്പുമായുള്ള മീറ്റിംഗ് വെച്ചിരിക്കുന്നത്? അതെ, സഞ്ജു പറഞ്ഞു. ഇത് സഞ്ജു സാറിന് തരാൻ സാർ തന്നതാണ്. ഒരു ഫയൽ നീട്ടിക്കൊണ്ട് ദീപു പറഞ്ഞു. കാർത്തിക് സാറിനോടൊപ്പം അല്ലേ സഞ്ജു സാർ മീറ്റിങ്ങിന് പോകുന്നത്? ഇന്ന് ഏട്ടൻ മീറ്റിങ്ങിനില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതെന്താ, കാർത്തിക് സാർ വരുന്നില്ലേ? ദീപു ചോദിച്ചു. ഇല്ല, ഏട്ടൻ വരുന്നില്ല. ഏട്ടൻ ഇന്ന് വല്ലാതെ ടയേർഡാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഫയൽ മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജു. സാർ, ഇന്ന് ഹോട്ടൽ അബാക്കസിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. സംഭവമോ? എന്താണ്? സഞ്ജു ചോദിച്ചു. സംഭവം പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കാണണമായിരുന്നു. എന്താ ദീപു, തെളിച്ചു പറ, സഞ്ജു പറഞ്ഞു.
ഞാൻ പറയുന്നത് കേട്ടിട്ട് സാറിനോട് പോയി ചോദിക്കുകയും ചെയ്യരുത്. എൻ്റെ ജോലി പോകുന്ന ഏർപ്പാടാ. കാർത്തിക് സാറിൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ പറയില്ല, നീ ധൈര്യമായി പറ, സഞ്ജു പറഞ്ഞു. നമ്മുടെ കാർത്തിക് സാർ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കില്ലല്ലോ, ദീപു ചോദിച്ചു. ഇല്ല, അതിന് കാക്ക മലർന്നു പറക്കണം, സഞ്ജു കളിയായി പറഞ്ഞു. ആ, എങ്കിൽ കാക്ക മലർന്നു പറന്നു എന്ന് കരുതിക്കോ, ദീപു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ, സഞ്ജു ആകാംക്ഷയോടെ പറഞ്ഞു. ഇന്നില്ലേ ഹോട്ടലിൻ്റെ സ്റ്റെപ്പിൽ വെച്ച് സാറും ഒരു പെൺകുട്ടിയും തമ്മിൽ ഇടി നടന്നു. എന്താ, ഇടി നടന്നെന്നോ? നീ ഒന്ന് വേഗം പറ, സഞ്ജു പറഞ്ഞു. സാറും ആ പെൺകുട്ടിയും കൂട്ടിയിടിച്ചപ്പോൾ ആ പെൺകുട്ടി വീഴാൻ തുടങ്ങിയപ്പോൾ സാർ സിനിമ സ്റ്റൈലിൽ ആ പെൺകുട്ടിയെ പിടിച്ചു. എന്നുവെച്ചാൽ? സഞ്ജു ആകാംക്ഷയോടെ ചോദിച്ചു. എന്നുവെച്ചാൽ സാർ ആ പെൺകുട്ടിയെ താങ്ങി പിടിച്ചു. അതൊന്ന് കാണേണ്ടതായിരുന്നു, ദീപു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടോ? സഞ്ജു ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ടെന്താ, സാറും ആ പെൺകുട്ടിയും മുഖാമുഖം നോക്കി നിന്നു. ആ രംഗം കണ്ടുകൊണ്ട് വന്ന ആളുകളെല്ലാം അവരെ തന്നെ നോക്കി നിന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്, സഞ്ജു ചോദിച്ചു. എന്നിട്ടെന്ത് സംഭവിക്കാൻ? സ്വഭാവത്തിലേക്ക് വന്ന കാർത്തിക് സാർ ചമ്മല് മറച്ചു വയ്ക്കാൻ ഞങ്ങളെ 2 ചീത്ത പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി താഴേക്ക് പോയി. ഇനി എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു സിനിമാ കഥ കേട്ടു നിൽക്കുന്ന പോലെ കേട്ടു നിൽക്കുകയായിരുന്നു സഞ്ജു. ആ കുട്ടി എങ്ങനെയുണ്ട്, സുന്ദരിയാണോ, സഞ്ജു ചോദിച്ചു. ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു ദേവി വന്ന് മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്, ദീപു പറഞ്ഞു. സാർ, ഞാനീ പറഞ്ഞ കാര്യമൊന്നും കാർത്തിക് സാറിനോട് പറയരുത്. ഇല്ല ദീപു, നീ പേടിക്കണ്ട, ഞാനൊന്നും പറയില്ല, നീ പോയിക്കോ. ശരി സാർ, എന്നാൽ ഞാൻ പോവുകയാണ്. അതും പറഞ്ഞ് സ്റ്റാഫ് മുന്നോട്ട് പോയപ്പോൾ നിന്ന് ആലോചിച്ചു. കാർത്തിക് സാറിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി ആ സുന്ദരി ആരാണ്? ഇന്ന് ടെൻഷനാന്ന് പറഞ്ഞ ഏട്ടൻ വീട്ടിലേക്ക് പോയത്. ഇതാണോ ഏട്ടൻ്റെ ടെൻഷൻ്റെ കാരണം? സഞ്ജു മനസ്സിലോർത്തു. കള്ള, അവൻ മനസ്സിൽ പറഞ്ഞു. ഈശ്വര, ഇതൊന്നും ഓക്കെ ആയി കിട്ടിയെങ്കിൽ എൻ്റെ ഗീതുവിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. അതും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. റൂമിലേക്ക് വരുമ്പോൾ ഇഷാനി ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന അവളുടെ അടുത്തേക്ക് വന്ന പ്രിയ അവളെ ഒരു നിമിഷം നോക്കി നിന്നു. മെല്ലെ അവളുടെ തലയിൽ തലോടി. ഉറങ്ങട്ടെ, പ്രിയ മനസ്സിൽ പറഞ്ഞു. പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഇഷാനിയുടെ കയ്യിലെ ചുമന്ന പാടുകൾ പ്രിയ കാണുന്നത്. അവൾ വേഗം അവളുടെ കയ്യിലേക്ക് നോക്കി. ആരോ കയ്യിൽ പിടിച്ച് ഞെക്കിയതിൻ്റെ 5 വിരൽപ്പാടുകളും അവളുടെ കയ്യിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതാരാണ് ഈ മഹാപാപം ചെയ്തത്, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾക്ക് അത് കണ്ടപ്പോൾ വളരെ വിഷമമായി. അവൾ ഉറക്കമുണരട്ടെ, എല്ലാം ചോദിക്കാം, അവൾ മനസ്സിൽ പറഞ്ഞു. വിഷമത്തോടെ പ്രിയ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് മേപ്പാടൻ കവടി നിരത്താൻ തുടങ്ങി. കാർത്തിക്കും സഞ്ജു ഒഴിച്ച് ശ്രീമംഗലത്ത് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. മേപ്പാടൻ കവടി നിരത്തി ശാസ്ത്രമനുസരിച്ച് കവടിപ്പലകയിൽ ഓരോ കോളങ്ങളിലായി കവടികൾ നീക്കിവെച്ചു. ദൈവാധീനം നന്നായിട്ടുണ്ട്, എല്ലാവരെയും നോക്കിക്കൊണ്ട് മേപ്പാടൻ പറഞ്ഞു. മുത്തശ്ശിക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. മുത്തശ്ശി എല്ലാവരെയും ഒന്ന് മാറി നോക്കി. ഞാൻ മേപ്പാടനെ വിളിച്ചത് കാർത്തിക്കിൻ്റെ ജാതകം ഒന്ന് നോക്കാനാണ്, മുത്തശ്ശി പറഞ്ഞു. ആയിക്കോട്ടെ, ജാതകം തന്നോളൂ, മേപ്പാടൻ പറഞ്ഞു. മല്ലികയോട് മുത്തശ്ശി പറഞ്ഞു. ആ ജാതകം അങ്ങ് കൊടുക്കൂ മല്ലികേ. ശരി അമ്മേ. മല്ലിക കാർത്തിക്കിൻ്റെ ജാതകമെടുത്ത് മേപ്പാടൻ്റെ കൈകളിലേക്ക് കൊടുത്തു. മേപ്പാടൻ ജാതകം മൊത്തത്തിലൊന്ന് പരിശോധിച്ചു. കവടിപ്പലകയിലിരുന്ന കവടി പല കോളങ്ങളിലേക്കായി മാറ്റി. ഈ ജാതകിക്ക് നല്ല ദീർഘായുസ്സുണ്ട്. ഈ ജാതകിക്ക് ഒന്നിനൊന്ന് ഉയർച്ചയാണ്. ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും നടക്കും, എങ്കിൽ നടത്തിക്കൊണ്ടേ പോരൂ. എല്ലാം കേട്ടപ്പം എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. അട്ടേ മേപ്പാട, കാർത്തിക്കിൻ്റെ വിവാഹകാര്യം പറഞ്ഞില്ല, മുത്തശ്ശി ചോദിച്ചു. അതാണല്ലോ പറയാൻ വരുന്നത്, മേപ്പാടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അധികകാലം ഈ ജാതകിക്ക് കാത്തിരിക്കേണ്ടി വരില്ല. അപ്പോൾ വിവാഹം വേഗം നടക്കും എന്നാണോ അർത്ഥം? അഞ്ജന ആകാംക്ഷയോടെ ചോദിച്ചു. പെട്ടെന്ന് നടക്കുന്നല്ല അതിനർത്ഥം, മേപ്പാടൻ തുടർന്നു. ഈ ജാതകി അതിന് കുറെ കടമ്പകൾ കടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ എന്താണ്, മുത്തശ്ശി ചോദിച്ചു. എന്ന് വെച്ചാൽ ജാതകിയുടെ വിവാഹത്തിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ഈ ജാതകി പൗർണമി ദിവസങ്ങളിൽ സ്വപ്നങ്ങൾ കാണാറുണ്ടോ? എന്താ ആലോചിച്ചുകൊണ്ടെന്നോണം മേപ്പാടൻ ചോദിച്ചു. എന്താ മേപ്പാട? മല്ലിക ആകാംക്ഷയോടെ ചോദിച്ചു. ഇരിക്കണ്ട, പൗർണമി ദിവസങ്ങളിൽ ഇദ്ദേഹം കാണുന്ന സ്വപ്നങ്ങൾ മുജ്ജന്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? ആർക്കും ഒന്നും മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. എന്ന് വെച്ചാൽ ഈ ജാതകി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മുജ്ജന്മത്തും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. മുത്തശ്ശി അത് കേട്ട് ചിരിച്ചു. ആട്ടെ, ഞാനൊരു ജാതകം തരാം, അതുമായി ചേരുമോ എന്നൊന്ന് പറയാമോ ഈ ജാതകി? മുത്തശ്ശി ചോദിച്ചു. അതിനെന്താ, തന്നോളൂ, മേപ്പാടൻ പറഞ്ഞു. മുത്തശ്ശി ശ്രേയയുടെ ജാതകം മേപ്പാടന് കൈമാറി. മേപ്പാടൻ ജാതകം പരിശോധിച്ചു. എന്നിട്ട് കവടിപ്പലകയിലേക്ക് നോക്കി. എന്നിട്ട് മുത്തശ്ശിയുടെ നേരെയും. ഈ കുട്ടിയല്ല ഈ ജാതകിക്ക് വിവാഹം കഴിക്കാൻ അനുയോജ്യം. എല്ലാവരും പരസ്പരം നോക്കി. എന്നിട്ട് മേപ്പാടനോട് ചോദിച്ചു. ജാതകം കാർത്തികയുടെ ജാതകവുമായി ചേരില്ലേ? എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ചേരില്ല എന്നാണ്. 2 ജാതകങ്ങൾ തമ്മിൽ ചേരും. പക്ഷേ ഈ ജാതകി വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ മറ്റൊരാളാണെന്നാണ് ഞാൻ പറഞ്ഞത്. മംഗലത്തമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നണു, മേപ്പാടൻ പറഞ്ഞു. മനസ്സിലാകാതെ നിൽക്കുന്ന ദേവയാനിയമ്മയെ നോക്കിക്കൊണ്ട് മേപ്പാടൻ പറഞ്ഞു. വെച്ചാൽ ഈ ജാതകി വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ ഈ ജാതകി തന്നെ കണ്ടെത്തും എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ജാതകത്തിൽ കാണുന്ന ആളായിരിക്കില്ല. എല്ലാവരും പരസ്പരം നോക്കി വിഷമിക്കുന്നത് കണ്ടപ്പോൾ
മേപ്പാടൻ പറഞ്ഞു. ഞാൻ കവടിയിൽ കണ്ട കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഇതെല്ലാം ശരിയാകണമെന്നൊന്നുമില്ല. ഞാൻ കുറച്ച് വഴിപാടിന് എഴുതിത്തരാം. മേപ്പാടൻ പറഞ്ഞു. എല്ലാത്തിനും പരിഹാരം ദൈവസന്നിധിയാണല്ലോ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മേപ്പാടൻ ദേവയാനി അമ്മയോട് നേരെ നോക്കി ചോദിച്ചു. ഇല്ല എന്ന് ദേവയാനി അമ്മ തലയാട്ടി. ശരി, ഇനി ഞാൻ കബഡി മടക്കുകയാണ്. മേപ്പാടൻ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം കാർത്തിക്കിൻ്റെ വിവാഹമായിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.